ഇപ്പം എഡ്യൂക്കേഷനിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. ഇപ്പോൾ നമ്മളെ ചുറ്റിനുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്താലും അഡ്മിഷൻ എങ്ങനെയെങ്കിലും എടുപ്പിക്കുക എന്നുള്ളതാണ് അവരൊരു മോട്ടീവ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ടബിലിറ്റിക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ നമ്മൾ സ്കൂൾ ഓഫ് ഫ്യൂച്ചറിൽ പറയുന്നത് വൺസ് യു ഗെറ്റ് ദി അഡ്മിറ്റ് ലെറ്റർ യു ആർ എലിജിബിൾ, അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്ന് മുതൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ 10 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അയാളുടെ കോഴ്സ് ഫീ കംപ്ലീറ്റ് ആയിട്ട് റീഫണ്ട് ചെയ്യാനും നമ്മൾ തയ്യാറ്. ജോലി കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ കോഴ്സിന്റെ ഫീ തിരിച്ച് റീഫണ്ട് ചെയ്യും. 2024 ഒരു കണക്കനുസരിച്ച് 83% പിള്ളേരാണ്, അതായത് ബിടെക് പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് ജോലി കിട്ടുന്നില്ല. ജോലി കൊടുക്കാൻ കമ്പനികൾ ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഇവർ പഠിച്ച ഏരിയയിൽ ഇവർ എക്സൽ ചെയ്യാത്തതുകൊണ്ടാണോ? എന്താണ് ബേസിക് ഒരു കാരണം? 2 കാരണമാണ്. ഒന്ന് എന്ന് പറയുന്നത് എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ. ഈ എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവ്യൂവിന് വരുന്ന, അതായത് ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റിനോ ഒക്കെ കമ്പനികൾ വരുന്ന സമയത്ത് ഈ ക്യാമ്പസ് പ്ലേസ്മെന്റിന് വന്നിരിക്കുന്ന ആളുകളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഈ വിദ്യാർത്ഥികൾക്ക് സാധിക്കണം. ഇവർക്കിത് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കമ്പനികളുടെ എക്സ്പെക്ടേഷൻ. ഇപ്പോൾ 2020 2019 പ്ലേസ് ചെയ്യാനായിട്ട് ഒരാൾ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവിൽ പോകുമ്പോൾ, ഇപ്പം ഞാനടക്കം ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് ഏതെങ്കിലും ബ്രാൻഡിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അന്നത്തെ എൻ്റെ എക്സ്പെക്ടേഷൻ അല്ല ഇന്നത്തെ എൻ്റെ എക്സ്പെക്ടേഷൻ. ഇന്നത്തെ എൻ്റെ എക്സ്പെക്ടേഷൻ എന്താണ്? ഇയാൾക്ക് പുതിയ ടൂളുകൾ അറിയണം, ഇയാൾക്ക് പുതിയ മാറി വരുന്ന കൺസ്യൂമർ പെർസെപ്ഷൻസ്, കൺസ്യൂമർ ട്രെൻഡുകൾ അറിയണം, മാറി വരുന്ന ഇൻഡസ്ട്രിയിലുള്ള ട്രെൻഡുകൾ അറിയണം. പക്ഷേ ഇവർക്കിപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് മാത്രമേ അറിയൂ. 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്, അതായത് പഠിപ്പിക്കുന്നവരുടെ പ്രശ്നം കൂടി ഉണ്ട്. അല്ലെങ്കിൽ എല്ലാം മാറുമ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുന്നില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും പഴയ 50 കൊല്ലം മുൻപോ അല്ലെങ്കിൽ 60 കൊല്ലം മുൻപോ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. ഷൈൻ സാർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജോലി ഇല്ലാത്തത് കൊണ്ടല്ല ഇവർക്ക് പ്ലേസ്മെന്റോ അല്ലെങ്കിൽ ഇത് കിട്ടാത്ത ഇന്റേൺഷിപ്പ് പോലും കിട്ടാത്ത. നമ്മളിപ്പോൾ ഒരു കമ്പനി സൈഡിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ കമ്പനീസ് എടുത്താലും അവരെല്ലാം പറയുന്നത് നിങ്ങൾക്ക് നല്ല ആൾക്കാരുണ്ടെങ്കിൽ നമ്മളോട് പറയണം കേട്ടോ, നിങ്ങൾ റെഫർ ചെയ്ത് തരണം കേട്ടോ. അപ്പം ഒരിക്കലും ഒരു എംപ്ലോയ്മെന്റിന്റെ ക്രിയേഷൻ അവിടെ കുറവ് വരുന്നില്ല. അല്ലെങ്കിൽ പക്ഷേ റൈറ്റ് ആൾക്കാരെ അവർക്ക് വേണം. എന്താണ് ഈ നല്ലത്? എങ്ങനെയാണ് ഒരാൾ നല്ല വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂ നടത്തി നമുക്ക് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സ്കിൽഫുൾ ആണോ ഇല്ലോ എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. അപ്പം പണ്ടത്തെ ഒരു കാര്യം ഉണ്ടല്ലോ, പ്രൊബേഷൻ പീരീഡ്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ പ്രൊബേഷൻ പീരീഡ് പറയാനും പറ്റത്തില്ല. സോ അപ്പൊ അതുകൊണ്ട് പല ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്, ഈ പല പുതിയ ആൾക്കാരെ ലേ ഓഫ് ചെയ്യുന്നത് 3 months കഴിഞ്ഞിട്ടാണ്. ജോയിൻ ചെയ്ത് 3 മാസത്തിനുള്ളിൽ പറഞ്ഞപ്പോൾ ആ 3 മാസം കൊണ്ട് ഇയാൾക്ക് സ്കിൽഫുൾ ആണോ ഇല്ലോ എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. ഇപ്പം ഷൈൻ സാർ ആണെങ്കിലും അക്ഷയ് ബ്രോ ആണെങ്കിലും രണ്ടുപേരും ഈ പറഞ്ഞ പോലെ ബ്രാൻഡിങ്ങിന്റെ സൈഡും ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സൈഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിനകത്ത് ബേസിക്കലി ഉള്ള ഒരു ഗ്യാപ്പ്? എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഇങ്ങനെ നടക്കുന്നത്? അതായത് നല്ലത് എന്ന് പറഞ്ഞല്ലോ, ഈ നല്ലത് എന്ന് പറയുന്ന സാധനം കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2020 എൻ്റെ നല്ലതല്ല 2025 എൻ്റെ നല്ലത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ 2020 നമ്മുടെ നല്ലതല്ലല്ലോ നമുക്ക് 2025 നല്ലത്. അതല്ലെങ്കിൽ വസ്ത്രത്തിലാണെങ്കിൽ അങ്ങനെയല്ല, ടെക്നോളജിയിലാണെങ്കിൽ അങ്ങനെയല്ല. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മറ്റേ മാർക്ക് കുറഞ്ഞ ആളുകൾ പോയിരുന്നൊരു പരിപാടിയായിരുന്നു ടൈപ്പിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പോകുന്ന പരിപാടി. ഈ ടൈപ്പിസ്റ്റ് ആവാൻ പോകുന്ന പരിപാടി കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടറിലും ഉണ്ട് ടൈപ്പിംഗ്. പക്ഷെ കമ്പ്യൂട്ടറിലെ ടൈപ്പിങ്ങിന്റെ ഒപ്പം കമ്പ്യൂട്ടറിൽ വേറെ കുറെ കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ അതും കൂടി പഠിച്ച ആളുകൾ ആയി ആ ഒരു പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്യപ്പെടുന്ന ആളുകൾ. കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റില്ല. അതായത് ടൈപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ടൈപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രം അവന്റെ സ്പീഡ് എന്താണ്, ഇതൊക്കെയായിരുന്നു അവന്റെ അന്നത്തെ കാൽക്കുലേഷൻ. ഒരു മറ്റേ മണിക്കൂറിൽ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മിനിറ്റിൽ 53 വേർഡ്സ് ടൈപ്പ് ചെയ്യലാണ് ഒരു ജോലിയുടെ സ്കില്ലായിട്ട് കണക്കാക്കിയിരുന്നു. അവിടെ നിന്ന് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ അത് മാത്രമല്ല, ആ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സംഗതിയുടെ കൂടുതൽ ആസ്പെക്റ്റുകൾ ആർക്കാണോ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നത് അയാളായി നല്ലത്. ഇതാണ് നല്ലത്. നല്ലതിന്റെ നിർവചനം മാറുന്നത് കൊണ്ടാണ് എക്സ്പെക്ടേഷൻ മാറുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2024 AI എന്ന് കേൾക്കുന്നത്. ഇപ്പോൾ 2025 ആയപ്പോഴേക്കും AI ഇല്ലാത്ത പരിപാടി ഇല്ലാതെയായി. നമ്മൾ കേൾക്കുന്നത് എന്താണ്? AI ആണ് ഇനി ലോകം ഭരിക്കാൻ പോകുന്നത്. കാരണം ജോലി കഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറച്ചിലല്ല. ഇപ്പതേ ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോഴും 12,000 പേരെ പറഞ്ഞു വിട്ടു, 20,000 പേരെ പറഞ്ഞു വിട്ടു. ഈ വാർത്തകൾ തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും 2015 18 20 ഒക്കെ ഏറ്റവും കൂടുതൽ ജോലി ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന കമ്പനികൾ കൂടിയാണ്. ഈ കമ്പനികൾക്കൊന്നും സംഭവിക്കുന്നില്ല.
ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്? ഈ എംപ്ലോയീസിനാണ്. എംപ്ലോയീസിനാണ്. അപ്പം ഈ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഇപ്പൊ നിങ്ങൾ അപ്ഡേറ്റ് ആവും, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും ജോലി കൊഴിയിൽ കാണത്തില്ലല്ലോ, അതിനും സാധ്യതയില്ല. നമ്മൾ അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ AI പഠിക്കൂ എന്നുള്ളതല്ല. ഇപ്പൊ AI പഠിക്കൂ എന്ന് പറയുമ്പോൾ AI ആരാണ് പഠിപ്പിക്കുന്നത്? AI എന്താണ് പഠിക്കേണ്ടത്? ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ AI പെട്ടെന്ന് വന്നതാ. ഇവിടെ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള സാധനത്തിലും ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഒരാൾ ഇപ്പോൾ ഒരു MBA കഴിഞ്ഞിറങ്ങുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുന്ന ഒരാളാണെങ്കിലും ഭാവിയിലേക്ക് എന്തൊക്കെ സ്കില്ലുകളാണ് ഇയാൾക്ക് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ കൂടെ ആവശ്യം വരിക എന്ന് മനസ്സിലാക്കി അതുകൂടി പഠിച്ചിറങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുക, ജോലി കിട്ടുക. ഈ ഒരു ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് എന്താണോ ആവശ്യം അതുകൂടെ പഠിച്ചിറങ്ങുക എന്നുള്ളത്. ആ ഒരു സ്പേസ് ആണോ സ്കൂൾ ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത്? ഈ സ്കൂൾ ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആക്ച്വലി ഉണ്ടാവാനുള്ള കാരണം ഞങ്ങൾ നേരിട്ടിട്ടുള്ള കഴിഞ്ഞ 10 വർഷമായിട്ട്, ഇപ്പോൾ സതീഷിനെ അറിയാം, 2016 നമ്മൾ BBP തുടങ്ങുന്നത്. ഇവിടുത്തെ മേജർ ബ്രാൻഡുകളും ഒക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും നമ്മൾ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർലി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാത്തൊരവസ്ഥ അവിടെയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു മാറ്റം ഡ്രൈവ് ചെയ്യണമെങ്കിൽ ആ മാറ്റം ഡ്രൈവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ കൂടി ആ സിസ്റ്റത്തിലേക്ക് വേണം. അപ്പോൾ അങ്ങനെ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രശ്നം, അതായത് ആളുകൾ ഉണ്ടെങ്കിലല്ലേ, ഏറ്റവും ചുരുക്കി പറഞ്ഞ ഏറ്റവും സെൽഫിഷായി പറഞ്ഞു കഴിഞ്ഞാൽ BBPക്ക് ജോലിയുള്ളൂ. അതായത് പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സ്കൂൾ ഓഫ് ഫ്യൂച്ചറിന്റെ തുടക്കം. ശരിക്കും പറഞ്ഞാൽ ഷൈൻ സാർ, ഞാൻ പറഞ്ഞത് 10 വർഷം മുമ്പ് ഞാൻ സാറിനുമായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും എന്നോട് പറയാറുണ്ട്, സ്മാർട്ട് സ്ട്രാറ്റജീസ് വേണം ബ്രാൻഡിന്. ഞാനത് 10 വർഷം മുമ്പ് കേട്ടതാണ്. അപ്പോൾ അന്ന് മുതലേ നിങ്ങൾ സംസാരിക്കാനുണ്ട്, നമ്മുടെ സ്ട്രാറ്റജീസ് വേറെയാണ്, ബ്രാൻഡിനെ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എൻ്റെ ലക്ഷ്യം. അത് ഈ സ്കൂൾ ഓഫ് ഫ്യൂച്ചറുമായിട്ട് ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. അതായത് സ്കൂൾ ഓഫ് ഫ്യൂച്ചറിൽ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്നത് മുതൽ, സ്കൂൾ ഓഫ് ഫ്യൂച്ചറിൽ അതായത് നമ്മൾ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്താൽ അയാളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് പിന്നീട് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ. ഇപ്പോൾ നിങ്ങളൊരു കോളേജിൽ ഒരു കുട്ടിയെ കൊണ്ട് ചേർത്താൽ ആ അഡ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോളേജ് ഒരിക്കലും ആ കുട്ടി ആ കോളേജിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയില്ല, ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒഴിച്ചു നിർത്തി. അതാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഞാൻ പറഞ്ഞു. പേരെടുത്ത് പറയാതെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാനുള്ള കാരണം. പക്ഷേ ഈ പറയുന്ന ആളുകൾക്കാണ്, ഇപ്പോൾ ഇന്ത്യയിൽ ആകെ 1% താഴെയുള്ള മൊത്തം എംപ്ലോയീസിൽ 1% താഴെയുള്ള ആളുകൾക്കാണ് 1 കോടിയുടെ മുകളിൽ ശമ്പളമുള്ളത്. ഈ 1 കോടിയുടെ മുകളിൽ ശമ്പളം ഉള്ളതൊക്കെ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നേരത്തെ കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വരുന്ന ആർക്കും എന്ത് സംഭവിക്കുന്നില്ല, ഈ 1 കോടി എന്ന് പറയുന്ന ക്ലബിലേക്ക് എത്താനോ ഇത് പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ബേസിക്കലി അവർ മറ്റേ പഠിച്ചു വരുന്ന സിസ്റ്റം ഫ്ലോഡാണ്. പോയിന്റ് നമ്പർ 1. അല്ലെങ്കിൽ അവർ ആ വഴിക്ക് വരേണ്ട ആളുകളെ അല്ല. പ്രഷർ കാണും, വീട്ടുകാർ പറഞ്ഞിട്ട് എഞ്ചിനീയർ എടുക്കും, എന്തോ കാരണങ്ങൾ കൊണ്ട് ഡോക്ടർ ആവുന്നു, എഞ്ചിനീയർ ആവുന്നു. ഞാനും ഡോക്ടർ ആവാൻ പഠിച്ച ആളാണ്. ഡോക്ടർ ആവാതെ രക്ഷപ്പെട്ടു ഓടി വേറെ വഴിക്ക് പോയ ആളാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഇത് ഓരോ ആളുകളും എത്തപ്പെടുന്ന ഏരിയയിൽ ശരിക്കും റൈറ്റ് സീറ്റ് റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയുണ്ട് മാനേജ്മെന്റിൽ. അതായത് ആ ഒരു സീറ്റിൽ ഇരിക്കേണ്ട ആള് ആ സീറ്റിൽ ഇരുന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ. റൈറ്റ് സീറ്റും റോങ് പേഴ്സണും ആയ അയാൾക്ക് പറ്റില്ല, റോങ് സീറ്റും റൈറ്റ് പേഴ്സൺ ആയാലും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ മാനേജ്മെന്റിൽ, അതായത് മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുപോയിട്ട് നമ്മൾ ഫിനാൻസിന്റെ ഒരു സീറ്റിൽ കൊണ്ടിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ഓടി രക്ഷപ്പെടും. അപ്പം ഇതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി ഇപ്പം മാനേജ്മെന്റിന്റെ ഒരു കാര്യം പറഞ്ഞോളൂ. ഞാനിപ്പം ഈ പറഞ്ഞ IIM എന്ന് പറയുന്നത് ഗ്ലോബലി 50ന്റെ മുകളിൽ 56ഒക്കെയാണ് IIM അഹമ്മദാബാദിന്റെ റാങ്ക്. ഞാൻ ഗ്ലോബലി NUS എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ടോപ്പ് 20 ഇപ്പോൾ കഴിഞ്ഞ വർഷം 12ാമത്തെ റാങ്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ നിന്ന് MBA പഠിച്ച ഒരാളാണ്. അപ്പം ആ ഒരു മാറ്റം, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഉണ്ടായിരുന്ന സാധനങ്ങൾ അന്ന് കമ്പനീസിനെ സംബന്ധിച്ച് ഒരു ഫൈനാൻഷ്യൽ മോഡലിംഗ് ചെയ്യുന്ന ഒരാൾ പ്രോബ്ലി ഒരു IIMോ ISBയോ NUSോ ഹാർവേഡോ കഴിഞ്ഞ ആൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഇന്നത്തെ AI മോഡൽസ്, ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച AI മോഡൽസുകൾ നമ്മളെക്കാളൊക്കെ എത്രയോ ഭംഗിയായിട്ടാണ് ഇപ്പോൾ ChatGPT O4 ഒക്കെ റിലീസായിട്ടുണ്ട് ചെയ്യാം. അപ്പം ഇനിയുള്ള ഒരു ഡിഫറൻഷിയേറ്റർ സ്കിൽ ഈ പറയുന്ന സ്പെഷ്യലൈസേഷനിലല്ല. നമ്മുടെ ലോകം ഇസ് മൂവിങ് ഫ്രം സ്പെഷ്യലൈസേഷൻ ടു ജനറലൈസേഷൻ.
അതായത് ജനറൽ ആയിട്ട് ഏറ്റവും മാക്സിമം ബാൻഡ്വിഡ്ത്ത്, ഇപ്പോൾ നിങ്ങൾ ക്യാമറയുടെ ഇതിൽ പറയാം ഏറ്റവും വൈഡ് ലെൻസ് എങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളതാണ് എംപ്ലോയീസിനെ സംബന്ധിച്ച് നോക്കുന്നത്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് എനിക്കൊരു C++ കോഡ് ചെയ്യുന്ന ആൾ പൈത്തൺ അല്ല വേണ്ടത്. പക്ഷേ ഈ AI എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് വളരെ എംപെറിക്കലായിട്ട് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്ത് എങ്ങനെ നമുക്ക് ഇൻപുട്സ് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് ലെയറാണ്. അതാണ് MBAസിന് പറ്റുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മിസ്സായിട്ടുള്ള വരുന്ന ഒരു സാധനം എക്സ്പീരിയൻസസ് ആണ്. എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് എന്തുണ്ട്, അതാണ് എംപ്ലോയീസ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഏകദേശം 6.5 ലക്ഷം കുട്ടികൾ പഠിക്കുന്ന ഒരു ആപ്പാണ്. അത് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഡ് ടീമിലുള്ള ആൾക്കാരെല്ലാം 12ാം ക്ലാസ് പാസ് കഴിഞ്ഞ ആൾക്കാരാണ്. അവർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ല, അവർ ചെയ്ത് എക്സ്പീരിയൻസിലൂടെ പഠിച്ച സാധനം. ആൻഡ് ഇനി ഫ്യൂച്ചർ അതാണ് ആൾക്കാർ നോക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ട്, ഇത് എൻ്റെ കമ്പനിയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം പറയുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഡിഗ്രി ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് നിങ്ങൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? രണ്ടാമത്തെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ പഠിച്ചിറങ്ങുന്നതാണ് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതേ സിസ്റ്റം തന്നെയാണോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ് സ്റ്റൈൽ തന്നെ ആരാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അല്ല, അതില് മറ്റേ നമ്മൾ എന്താണ് കൊടുക്കുന്നത് എന്നുള്ളതിന് ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം, ജീവിതം എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അതായത് നമ്മളൊരു കുട്ടിയെ ഏറ്റെടുക്കാൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ഏറ്റെടുക്കുകയുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലീഡെക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. ഇനി 1 കോടി കുട്ടികൾ ഈ വർഷം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മറ്റേ അപ്ലൈ ചെയ്തോട്ടെ, അതിൽ 10 കുട്ടികളാണ് ഈ ലീഡെക്സ് പാസ്സാവുന്നതെന്നുണ്ടെങ്കിൽ 10 കുട്ടികളെ നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത് ഒരു എക്കോസിസ്റ്റമാണ്. ആ എക്കോസിസ്റ്റം ഇല്ലെങ്കിൽ ഇവിടുത്തെ ബിസിനസ്സുകൾ തകർന്നു പോകും. ആ തകർന്നു പോകുന്നതിലേക്ക് ഞങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ട് പഠിച്ച് അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കൂൾ ഓഫ് ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വേറെ പല രീതിയിലുള്ള സ്കെയിലിംഗ് സംഗതികൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അല്ലാതെ ഇതിനൊരു ബിസിനസ്സായിട്ട് കാണുന്നില്ല. അപ്പോൾ അഡ്മിഷൻ കിട്ടാൻ പാടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ലീഡെക്സ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ പോലത്തെ ഒരു സംഭവം നമ്മൾ നടത്താണല്ലോ. അപ്പോൾ അത് പാസ്സാവുന്ന ആൾക്കാരെ നിങ്ങളുടെ കൂടെ കൂട്ടുകയല്ലേ ചെയ്യുന്നത്? അതെ, ശരിക്കും. അതെ. ഈ 10 വർഷമായിട്ട് BVP ഇന്ത്യ എന്ന് പറയുന്ന ഈ ഫിലിമിലേക്ക് സഹകരിച്ചു പോകുന്ന കുറെ ബ്രാൻഡുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ. ആ ബ്രാൻഡുകളുമായിട്ട് ഇവർക്ക് അസോസിയേഷൻ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. ഈ മറ്റേ നമ്മൾ അവരുമായിട്ട് മാത്രമല്ല, അതായത് റീജിയണൽ ബ്രാൻഡുകളുമായിട്ട്, നാഷണൽ ബ്രാൻഡുകളുമായിട്ട്, ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായിട്ടൊക്കെ അസോസിയേഷൻ ഉണ്ടാവും. കാരണം അവിടെ പഠിപ്പിക്കാൻ വരുന്നതും അവരെ മെന്റർ ചെയ്യാൻ വരുന്നതും ഒക്കെ ഇതിൽ റിയലായിട്ട് ഈ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകളും ഈ സ്കില്ലുകളെയൊക്കെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് വിജയിച്ചവരുമാണ് അവിടെ വന്ന് പഠിപ്പിക്കുന്നത്. അതായത് ഇതുവരെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പ്രൊഫസേഴ്സും ഫാക്കൽറ്റിയാണ്, നമ്മൾ പറയുന്നത് പ്രാക്ടീഷണേഴ്സ് ആണ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു മെയിൻ ബ്രാൻഡ് ഇപ്പം ഈ ടീമിന്റെ ഭാഗമായിട്ട് റിലയൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് അംബാനി ആയിരിക്കും ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി. അതായത് ഇപ്പൊ IBMന്റെ മാനേജിംഗ് പാർട്ണർ അക്രോസ് ഏഷ്യ പസഫിക് 1,20,000 പേര് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. മൂപ്പര് അദ്ദേഹം വരുന്നുണ്ട് നമ്മുടെ കുട്ടികളിൽ കൺസൾട്ടിങ് എന്ന് പറയുന്ന ഒരു സാധനം പഠിപ്പിക്കും. ഗൂഗിളിന്റെ ഡേറ്റ ഹെഡ് പുള്ളിക്കാരി വന്നിട്ടാണ് എങ്ങനെയാണ് ഡേറ്റാ സയൻസ് ഇവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ ലൈവ് പ്രോജക്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവരെ മുമ്പിൽ അതായത് 12 മാസം എന്ന് പറയുന്നത് 12 മാസം ഇവർ ഗെയിൻ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒരു സാധാരണ ഒരാള് ഒരു കമ്പനിയിൽ ഇരുന്ന് 5 വർഷം ഗെയിൻ ചെയ്യുന്ന എക്സ്പീരിയൻസിന് ഇക്വാലന്റ് ആയിരിക്കും. ഇവർ സംസാരിക്കുന്നത് റിയൽ ഓണ്ടർപ്രണേഴ്സിന്റെ റിയൽ പ്രശ്നങ്ങളാണ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇവർ സംസാരിക്കുന്നത് റിയൽ ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സിന്റെ അടുത്താണ്, റിയൽ ആയിട്ടുള്ള മറ്റേ മാർക്കറ്റേഴ്സിന്റെ അടുത്താണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പറയുന്ന ഒരു കാര്യമുണ്ട്, പ്ലേസ്മെന്റ് 100% പ്ലേസ്മെന്റ് എന്നുള്ള കാര്യമാണല്ലോ എല്ലാവരും പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ഇപ്പൊ 10 പേര് സെലക്ടഡ് ആയി, ഈ 10 പേർക്കും ജോലി നിങ്ങൾ ഗ്യാരണ്ടീഡ് ആണോ? 100%. അതായത് ജോലി ഗ്യാരണ്ടി ചെയ്യുക മാത്രമല്ല, ഈ 10 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അയാളുടെ കോഴ്സ് ഫീ കംപ്ലീറ്റ് ആയിട്ട് റീഫണ്ട് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. അതായത് 1 ഇയർ കോഴ്സാണ്. 1 ഇയർ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 2 months ട്രെയിനിങ് പോലെ ഒരു ബഫർ ടൈം നമ്മൾ പറയുന്നത് ഒരു സമയം. ആ സമയത്തിനുള്ളിൽ ജോലി കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ കോഴ്സിന്റെ ഫീ തിരിച്ച് റീഫണ്ട് ചെയ്യും. അതും ആ ജോലിക്കും നമ്മൾ ക്രൈറ്റീരിയ, അതായത് നമ്മൾ വെറുതെ ഈ പറയുന്ന ഒരു IT എൻട്രി അല്ലെങ്കിൽ ഡേറ്റ എൻട്രി എന്ന് പറയുന്ന ജോലിയല്ല, പ്രോപ്പർ നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോലി. അതായത് ഇപ്പം സാധാരണ പറഞ്ഞ കുറെ കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇറങ്ങുമ്പോൾ 8,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും 15,000 രൂപ ജോലി ചെയ്യുന്നില്ല. അതായത് ആ സ്കെയിലിൽ നിന്ന് മേലെയായിരിക്കും. അതെ, അതായത് ഈ 2 വർഷം കൊണ്ടല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ 18 മാസമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. 18 മാസം കൊണ്ട് എന്താണ് ഇവർ നമുക്ക് തരുന്ന കോഴ്സ് ഫീ അത് അവർക്ക് തിരിച്ചു കിട്ടും.
ഇതാണ് ഈ ലെവലിലാണ് നമ്മൾ ഇവരെ പ്ലേസ് ചെയ്യുക. അതും ജോബ് പ്ലേസ് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു നല്ല ബ്രാൻഡുകൾ നല്ല ഹൈ പെയ്ഡ് ജോലികൾ. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിക്രൂട്ട്മെന്റ് മെത്തേഡ് തന്നെയാണ്. ഇത് റിക്രൂട്ട്മെന്റ് മെത്തേഡാണ്. അപ്പൊ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതായത് ഒരു ഇന്റർവ്യൂ അരമണിക്കൂർ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആളെ എടുക്കും, 3 മാസം കഴിയുമ്പോൾ പറഞ്ഞു ലേ ഓഫ് ചെയ്യുന്നു. കാരണം വെച്ചാൽ 3 മാസം അയാൾക്ക് 3 മാസം കൊണ്ടാണ് മനസ്സിലാവുക എന്ത് ഈ പറഞ്ഞ ആള് എംപ്ലോയബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിൽട്രേഷൻ നമ്മൾ ആദ്യം നടത്തുന്നു. അത് ആദ്യം നടത്തിയിട്ട് ഈ വരുന്ന എല്ലാവരും ഈ പറഞ്ഞ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ ടെക് ജയൻസിന്റെ അടുത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിലും ലീഗസി ബിസിനസിന്റെ അടുത്ത് നിന്ന് നാഷണൽ ബ്രാൻഡുകൾ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഇവരൊക്കെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് നല്ല ആളുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ സമയം തരുന്നത്. അത് മാത്രമല്ല, അതിലൊരു പാട്ടും കൂടി സ്റ്റോറിയിലുണ്ട്. ഞാനിപ്പോ സിംഗപ്പൂർ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മെയിൻ കാരണം ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് ആണ്. അതായത് ഇപ്പം സിംഗപ്പൂരിനെക്കാട്ടും ഗ്രോത്ത് ഇന്ത്യയിൽ ഇനി നടക്കുമെന്നാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി സിംഗപ്പൂരിനെ ട്രംപൊന്നും അങ്ങനെയല്ല പറയണേ. അത് അല്ല, പറഞ്ഞ കാര്യമല്ലല്ലോ നാളെ. അപ്പൊ ഇതിലിപ്പം നമ്മളിപ്പോ മാനേജ്മെന്റ് നേരത്തെ പറഞ്ഞല്ലോ, MBA നമ്മൾ പഠിക്കുമ്പോൾ പറയും ഓൾവേസ് ചേസ് പ്രൈവറ്റ് ഇക്വിറ്റി ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ. ലോകത്തുള്ള ഏറ്റവും പൈസക്കാർ എവിടെ പൈസ ഇടുന്നു അതിനെ ചേസ് ചെയ്ത് നമുക്കറിയാം. ഇന്ന് ലോകത്ത് 3 മാർക്കറ്റ് അങ്ങനെയുള്ളൂ ഇവർക്ക് ഈ പറയുന്ന റിട്ടേൺസ് കിട്ടുന്ന ഗ്രോത്ത് ഉള്ള മാർക്കറ്റ്: ഇന്ത്യ, ഇന്തോനേഷ്യ, മെക്സിക്കോ. ഈ 3 മാർക്കറ്റിൽ മാത്രമാണ് അടുത്ത 10-15 വർഷങ്ങളിൽ കൺസംഷൻ ഉള്ള മാർക്കറ്റ് ഉള്ളത്. ഇപ്പൊ ജപ്പാനിലൊക്കെ ആൾക്കാർ വയസ്സായ ആവറേജ് ഏജ് 45 കൺസ്യൂം ചെയ്യണമെങ്കിൽ യങ്സ്റ്റേഴ്സും ഇതും വേണം. അപ്പൊ ഇങ്ങനെ ഒരു മാർക്കറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈസ് മൂവിങ് ഫ്രം $5 ട്രില്യൺ എക്കണോമിയിൽ നിന്ന് 15 ട്രില്യണിലേക്കാണ് മൂവ് ചെയ്യുന്നത്. 10 ട്രില്യന്റെ ഒരു ഗ്രോത്ത് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഗ്രോത്ത് എവിടെയാണ് വരുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വികസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്നത് മുംബൈയോ ഡൽഹിയോ. അതാണ് ഇതിന്റെ ഒരു ക്യാച്ച്. ഈ വരുന്ന ഗ്രോത്തിന്റെ 80% വരുന്നത് ഇന്ന് ഈ മാപ്പിൽ അല്ലെങ്കിൽ ഗ്ലോബലി ആൾക്കാർക്ക് അറിയാത്ത നമ്മുടെ കൊച്ചി, കോട്ടയം, കോഴിക്കോട്, തിരുനെൽവേലി, മധുരൈ, വാറങ്കൽ, മംഗലാപുരം, ഇങ്ങനത്തെ Tier 2, Tier 3 ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ നിന്നാണ് ഇനി ഈ ഗ്രോത്ത് 10 ട്രില്യന്റെ ഗ്രോത്തിന്റെ 80% വരാൻ പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പം ഇപ്പോൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആ ഒരു അമേരിക്കയിലിരിക്കുന്ന ഒരു ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ കൊറിയയിലിരിക്കുന്ന ഒരു ഇൻവെസ്റ്ററിനോ നാളെ കോട്ടയത്ത് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുമെന്നാണ്. ഡെഫിനറ്റ്ലി. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ഇപ്പോൾ സെപ്റ്റംബർ 1st വീക്ക് കൊറിയയിൽ നിന്ന് പുള്ളി വരികയാണ്. നമ്മൾ ഈ പറയുന്ന ഗ്രോത്ത് കാണാനും അവർ ഈ നമ്പേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. ഈ നമ്പേഴ്സിന് പുറകിലുള്ള സ്റ്റോറീസ്, നമ്മുടെ ഇവിടേക്ക് എത്രയോ കടകളും എത്രയോ പുതിയ സംരംഭങ്ങളും വന്ന് ഫ്ലറിഷ് ചെയ്യുന്നു. ഇതിന്റെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കൊരു ആസ്പയറിംഗ് മിഡിൽ ക്ലാസ് ഉണ്ട്. ആൻഡ് നമ്മളിപ്പോൾ സംസാരിക്കുന്നൊക്കെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ 1.16% ഉള്ള ഒരു സ്ഥലമാണ്. 1.16% ഓഫ് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ ഈ വലിയ വലിയ ലുലു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷീമാട്ടി വലിയ വലിയ ബ്രാൻഡ്സിന്റെ കഥ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ സ്കെയിലൊന്നും ആലോചിച്ചു. ഈ സ്കെയിലിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു റിക്വയർമെൻ്റ് ആണ്. നമ്മൾ ഈ ഒരു ഗ്രോത്തിലേക്ക് വരണമെങ്കിൽ 1 ക്യാപിറ്റൽ വേണം, 2 ഹ്യൂമൻ റിസോഴ്സ് വേണം. ഈ നല്ല ആൾക്കാരെ നമ്മൾ ഡെവലപ്പ് ചെയ്താലേ നമുക്ക് അവരെ ബിൽഡ് ചെയ്ത് അടുത്ത ഗൂഗിളും മൈക്രോസോഫ്റ്റും അടുത്ത ഓപ്പൺ എഐക്ക് ഇവിടെ നിന്ന് വരാൻ പോകുന്നു എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഗ്ലോബിനുണ്ട്. ഇപ്പൊ അക്ഷയ് പറഞ്ഞത് ടെക്കുകളുടെ കാര്യം മാത്രമാണ്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ AI ഭയങ്കരമായിട്ട് ബൂം ചെയ്യും. AI ഭയങ്കരമായിട്ട് ബൂം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെയൊക്കെ ജോലി പോകും. ശരിക്കും പറഞ്ഞാൽ ജോലി പോവുകയല്ല ചെയ്യുക, പുതിയ ജോലികൾ സൃഷ്ടിക്കപ്പെടുക. ഈ ജോലി കുറച്ചുകൂടി ഈസിയാവും. അതായത് പക്ഷേ ഇന്നത്തെ ജോലി ഇപ്പോൾ ഒരു പക്ഷെ നാളെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കാണൂലായിരിക്കും, ഒരു ടാക്സി ഡ്രൈവർ കാണൂലായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ ഓട്ടോമേറ്റഡോ. ശരിക്കും ഒരു പ്രൊഫഷണൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10ാം ക്ലാസ് മുതലാണ്. 10ാം ക്ലാസ്സിന്റെ മാർക്ക് അനുസരിച്ചാണ് ഏതിലേക്ക് പോകണം എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ട്രെയിനിങ് പോസിബിലിറ്റി ഉണ്ടോ? നമ്മൾ 10ാം ക്ലാസ് അല്ല, നമ്മൾ ആക്ച്വലി വിചാരിക്കുന്നത് 1ാം ക്ലാസ് മുതൽ ഈ ട്രെയിനിങ് തുടങ്ങണം എന്ന്. അതായത് സ്കൂൾ ഓഫ് ഫ്യൂച്ചറിന് നമ്മൾ പേരിടുന്നത് വെറുതെ അല്ല, നമ്മൾ അതിനെ സ്കെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് സ്കില്ലുകൾ ആ സമയം തൊട്ട് ഇതിലേക്ക് വരണം, അതായത് ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ്. ഇപ്പോ 1ാം ക്ലാസ് മുതൽ എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ അതിനോട് ഒരു സിസ്റ്റം വേണ്ടേ, ആ സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ സ്കെയിൽ ചെയ്ത് വലുതാക്കുന്നുണ്ട്. അതിൽ തുടക്കമാണ് ഇപ്പോ ജോലി ഓറിയന്റഡ് ആയിട്ടുള്ള അതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ ഗ്രാജുവേറ്റ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾ, ഇപ്പം ഞാനൊരു 20 ലക്ഷം രൂപ കൊടുത്ത് MBA ചെയ്യാൻ പോകുന്ന ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്കൊരു ഔട്ട്കം ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങളെ ലീഡർഷിപ്പിൽ പൊസിഷൻ ചെയ്യാൻ പോകുന്ന ഒരു വെഞ്ചറായിട്ടാണ് സ്കൂൾ ഓഫ് ഫ്യൂച്ചർ. ഇനി നമ്മൾ ഒരു 2-3 ഇപ്പം തന്നെ ഒരുപാട് പേരൻസ് ഞങ്ങൾ വിളിക്കാറുണ്ട്, അക്ഷയ് ഞാനിങ്ങനെ വലിയ ഡിഗ്രി ചെയ്തുകൊണ്ടോ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഇപ്പോൾ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള സ്കിൽസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അതിനാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതെന്ന്
വിളിക്കുന്ന ഒരുപാട് പുതിയ പേരൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2-3 വർഷത്തിൽ നമ്മൾ ഇത് എന്ത് ചെയ്യും, ഗ്രാജുവേഷൻ മാറ്റിയിട്ട് സ്കൂൾ 12th കഴിഞ്ഞ ഒരാൾക്ക് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കും. ഗ്രാജുവലി അതിന് നമ്മൾ സ്കൂളിൻ്റെ കരിക്കുലത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഇപ്പം നമ്മൾ സ്കൂൾ ഓഫ് ഫ്യൂച്ചറിൽ മാസൽ ബന്ദൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ IB എന്ന് പറഞ്ഞ ഒരു കരിക്കുലം കേട്ടിട്ടുണ്ട്. അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് മൂപ്പര്. സ്കൂൾ ഓഫ് ഫ്യൂച്ചറിന്റെ പാർട്ടാണ്. അപ്പോൾ മൂപ്പരും കൂടി കരിക്കുലം ബിൽഡ് ചെയ്യാൻ ഒരു സ്ലോവാക്കിയനാണ് മൂപ്പരാളിപ്പം കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട്, നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമ്മുടെ ഒരു പ്രാക്ടീഷണറും കൂടെയാണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ ഇങ്ങനെ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു രീതിയിൽ എഡ്യൂക്കേഷൻ മാറുന്നതിനെ പറ്റി. അപ്പോൾ മൂപ്പരും കൂടെ ബിൽഡ് ചെയ്യുന്നുണ്ട് സ്കൂൾസിന് വേണ്ടിയിട്ടുള്ള കരിക്കുലം. അതായത് ഇതിപ്പോ നമ്മള് ഇപ്പൊ എന്താ പറയാ, ഇതിനൊരു ടെക് രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതൊരു ഐഡിയ ലെവലിലാണ് ഇന്ന് വരെ ഈ സംഗതി നിൽക്കുന്നത്. ഈ ഐഡിയ ലെവലിൽ തന്നെ നമ്മളുമായിട്ട് സഹകരിക്കാനായിട്ട് 10-ലധികം ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇന്ത്യയിലെ ബ്രാൻഡ്സ് അല്ല ഇന്റർനാഷണൽ ബ്രാൻഡ്സ്. അതായത് വെറുതെ ലിങ്ക്ഡിൻ മാത്രം വെച്ചിട്ട്, അതാണ് ഇതിന്റെ വലിപ്പം. അപ്പൊ ഇനിയിപ്പോ നേരത്തെ ചോദിച്ച ചോദ്യം, ഇത് 1ാം ക്ലാസ് തൊട്ട് തുടങ്ങുന്നത്. അപ്പൊ നമ്മള് ഇതിന്റെ പുറകിലുള്ള എൻ്റെ മറ്റേ ബിസിനസ് ബുദ്ധി വെച്ചിട്ട് ഇതാക്കുകയാണെങ്കിൽ ഇപ്പൊ ഗ്രാജുവേറ്റ്സിനെ നമ്മളെടുത്ത് ട്രെയിൻ ചെയ്ത് അവന് നല്ല ജോലി ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ തുടങ്ങുന്ന സ്കൂളിൽ അവൻ്റെ കുട്ടീനെ വിട്ടോളും. ശരിയല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ കാരണം ഇതിലിപ്പോ ഉള്ള ജെൻസീസും മില്ലേനിയൽസും, അതായത് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2024 വരെ പോലെ അല്ല 2025 മുതൽ മുന്നോട്ടുള്ളത് ഭയങ്കര ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള കൊല്ലങ്ങളാണ്. അതായത് കഴിഞ്ഞ വർഷം വരെ മില്ലേനിയൽസോ ജെൻസീസോ ആയിരുന്നില്ല ഇവിടുത്തെ മറ്റേ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബൈയിങ് ഗ്രൂപ്പ്. അതായത് നമ്മൾ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് നമ്മുടെ ടാർഗറ്റഡ് ഗ്രൂപ്പ് എന്ന് നോക്കുമല്ലോ. ഈ വർഷം തൊട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം തൊട്ടിട്ട് മില്ലേനിയൽസും ജെൻസീസും ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാർഗറ്റ് ഗ്രൂപ്പ്. 377 മില്യൺ ജെൻസീസ് ആണ് ഇപ്പം മാർക്കറ്റിലുള്ള. 377 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 377 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37 കോടി ആൾക്കാർ. ആൻഡ് ഈ ആൾക്കാർ ചിന്തിക്കുന്നത് നമ്മൾ പഴയ പോലെ ഇപ്പം നമ്മൾ ജനറലി നിങ്ങളുടെ ഒരു ഇൻഡസ്ട്രിയിൽ പറയുകയാണെങ്കിൽ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഡൈല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവര് ആര് കഥ പറയുന്നു, അവര് എൻവിഷൻ ചെയ്യുന്ന ഒരു റോൾ മോഡലാണ് പറയുന്നതെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ ഒരു സെലിബ്രിറ്റി പറയുന്നത്. ഒരു ഉള്ളിലുള്ള മലയാളിയുടെ ഒരു കുടസ്റ്റ് ചോദ്യം, നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലിക്കാരെ നല്ല ജോലിക്കാരെ ട്രെയിൻ ചെയ്ത് നിങ്ങൾ ജോലിക്ക് എടുക്കുക. ജോലിക്ക് ആളുടെ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഐഡിയയിലുള്ള നല്ല കുട്ടികളെ തിരഞ്ഞെടുത്ത് ജോലിക്ക് എടുക്കുക, അതാണ് ഐഡിയ. അതായത് ഞാനതിന് ഒറ്റയടിക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല, പക്ഷേ ഐഡിയ അത് തന്നെയാണ്. അതായത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിന്റെ വളരെ ഭംഗിയായിട്ടുള്ള വാക്കാണ് ഞാൻ എക്കോസിസ്റ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ ലീഡെക്സ് എന്ന് പറഞ്ഞ സാധനത്തിന് ഇവിടെ എൻട്രൻസ് കോച്ചിങ് പോലുള്ള കോച്ചിങ് സെന്ററുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ല, അതാണ് അതിന്റെ ഒരു ഡിഫറൻസ്. ഇതിന്റെ ബേസ് അതാണല്ലോ, അതിൽ ലീഡെക്സ് കോച്ച് ചെയ്യപ്പെടാൻ പറ്റില്ല. അത് മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ഇംഗ്ലീഷോ അല്ല നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ ആ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ വളരെ ഒരു കേസ് തരും, ഇങ്ങനെ ഒരു സിനാരിയോയിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുക. അതിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇതിന് നമ്മളൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അൽഗോരിതം ബാക്കിൽ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ചോദ്യം നിങ്ങളിപ്പോൾ കുറെ ആളുകളൊക്കെ കൂടിയിരുന്ന് ചോദിച്ചു, ഓക്കെ ഇതിന്റെ ഐഡിയൽ ഉത്തരം ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ചോദ്യത്തിനെ പൊട്ടിക്കുന്ന വേറെ ചോദ്യങ്ങൾ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയായ ഉത്തരം പറഞ്ഞതുകൊണ്ട് അത് ശരിയായിക്കൊള്ളണം എന്ന് നിർബന്ധം. അതും ഇതിൽ ശരി എന്ന് പറഞ്ഞൊരു ഉത്തരം ഇല്ല, എല്ലാ ഉത്തരങ്ങളും ശരിയായിരിക്കും. ഓരോരുത്തരുടെ അപ്രോച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ലീഡക്സ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി, ഒരു പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ട് സ്കില്ല. ഇപ്പം സതീഷ് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന പോലെ എല്ലാ ജോബിൻ സോൾവ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നു നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആക്യുറസി അല്ല, അതിന്റെ പാത്ത് വേസ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ മാനേജ്മെന്റിലോ നമ്മൾ ഉദ്ദേശിക്കുന്ന റോൾസിലോ നമുക്ക് ഓൾറെഡി 50 ഓഫർ ലെറ്റർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇവരിലേക്ക് വേണ്ട ഒരു സാധനം ഇത്, ആ ഒരു പേഴ്സണാലിറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂസ് ഉണ്ട്, പ്രോബ്ലം സോൾവിങ്ങിന് റിയൽ എക്സസൈസ് ഉണ്ട്. ഇതൊന്നും കോച്ചബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ല. ഇത് ഒരു മനുഷ്യന്റെ ഒരു ഇൻഹറന്റ് സാധനത്തിനെയാണ് നമ്മൾ ലീഡെക്സ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ആക്ച്വലി ഈ കോഴ്സ് തുടങ്ങി ഒരു 6 മാസം കഴിയുമ്പോഴേക്കും കുട്ടിക്ക് മനസ്സിലാവും ഞാൻ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അവസാനത്തെ 6 മാസം ഇയാള് ശരിക്കും ആ ഒരു ഓറിയന്റേഷനിലാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ 3 മാസം എന്ന് പറയുന്ന പ്രൊബേഷൻ വിതിൻ ദ കോഴ്സ് നമ്മൾ മെന്റർ ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ നടുവിൽ
പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ അറിയാം ഞാൻ എനിക്ക് കമ്പനി ജോലി ഈ കമ്പനിയിലാണ് എനിക്ക് ജോലി ഇതിൽ പഠിത്തം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്, അതായത് ഓരോ മോഡ്യൂൾസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഏകദേശം നമ്മളൊരു ഐഡിയ കൊടുക്കും, ഇന്ന പ്രോജക്റ്റിലേക്കാണ് അല്ലെങ്കിൽ ഇന്ന കമ്പനിയിൽ ഇന്ന പ്രോജക്റ്റാണ്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ അവർ ഹാൻഡ്സ് ഓൺ ചെയ്തിട്ട് അവിടെ അവർക്ക് പോരായ്മകൾ എന്തൊക്കെയുണ്ട്, അപ്പോൾ അവർ തിരിച്ച് സ്കൂൾ ഓഫ് ഫ്യൂച്ചറിൽ വന്ന് പറയും എനിക്ക് ഇന്നൊരു സ്ഥലത്ത് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മളത് തിരിച്ച് ബിൽഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ 6 മാസം ഒരു ഐറ്ററേറ്റീവ് പ്രോസസ്സാണ്. പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് ഇവർ ഈ കമ്പനിയിലേക്ക് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ ഓൾമോസ്റ്റ് 90% റെഡി ആയിരിക്കും. ആ കമ്പനിക്ക് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു എംപ്ലോയീസ് 10% റെഡിയാണ്. ഒരു വലിയ റെവല്യൂഷനാണ് ഈ സംസാരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടിന്റെ സമ്മർദ്ദം കൊണ്ട് ഏതെങ്കിലുമൊക്കെ കോഴ്സ് പഠിച്ച് എവിടെയെങ്കിലും എത്തി നിൽക്കുന്ന ആൾക്കാരെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ അവന്റെ സ്കിൽ സെറ്റിലേക്ക് അവൻ റീബിൽഡ് ചെയ്യപ്പെടുകയാണ്. ശരി, അവിടെ ഒരു ഡൗട്ട് പിടിച്ചു. ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടാണ്, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, എങ്ങനെയോ പാസ്സായി. പക്ഷെ എനിക്ക് ഇപ്പം വീട്ടുകാർ പറയുന്നതനുസരിച്ച് സോഷ്യൽ പ്രഷർ അനുസരിച്ച് ഞാൻ എഞ്ചിനീയർ ആവണം. എനിക്ക് പക്ഷെ ഞാൻ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ ബെറ്റർ എഞ്ചിനീയർ ആക്കുമോ അതോ എന്നെ നിങ്ങൾ വേറൊരു ജോലിയിലേക്ക് കൺവേർട്ട് ചെയ്യും? ഞാൻ എവിടെ എക്സൽ ചെയ്യാൻ പറ്റും? അതായത് നമ്മുടെ സ്കൂൾ ഓഫ് ഫ്യൂച്ചറിന് ഒരു സർട്ടൻ സെറ്റ് ഓഫ് കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സസിലേക്ക് അലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് നിങ്ങളുടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ എഞ്ചിനീയർ ആകുമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ എഞ്ചിനീയർ ആകില്ല. പക്ഷേ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ നമ്മളുടെ, അതായത് എല്ലാ സംഗതിക്കും അഡ്മിനിസ്ട്രേഷനും ഓപ്പറേഷനും മാർക്കറ്റിംഗും ലീഡർഷിപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ലീഡർഷിപ്പിലേക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അവിടെ നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യാൻ പാസ് ആകുകയാണെങ്കിൽ അത്, അതായത് ഈ ടെസ്റ്റ് പാസ്സായ ഉടനെ നമ്മൾ കയറിയിട്ട് അഡ്മിഷൻ കൊടുക്കില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പ് ഇന്റർവ്യൂസും മറ്റേ ടെസ്റ്റുകളും ഒക്കെ വേറെ ഉണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഞങ്ങൾക്ക് 50 ആളെ കിട്ടുമെന്ന് നമുക്കൊരു പിടിയില്ല. നമുക്ക് 10 ആൾ വന്നാലും മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ആളെ പഠിപ്പിക്കുകയോ 150 ആളെ പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ മാസം നമ്മളെന്താ പറയുന്നത്, നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഈ കാശ് കംപ്ലീറ്റ് തിരിച്ചു വരുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാനിതെടുത്ത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഈ ഒരു വളരെ റിഫൈൻഡ് ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇതിലുള്ള ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ലീഡെക്സ് എന്ന് പറയുന്ന കോഴ്സിൽ ഒരുപക്ഷെ പെർഫോം ചെയ്യുന്നത് ഒരുപക്ഷെ 10ാം ക്ലാസ്സിൽ 250 മാർക്ക് കിട്ടിയോ 300 മാർക്ക് കിട്ടിയോ കുട്ടിയായിരിക്കാം. കാരണം അന്ന് 550 മാർക്ക് കിട്ടുക അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയ ആളുകളെക്കാളും മാനേജ്മെന്റ് സ്കിൽ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ 300 മാർക്കോ 350 മാർക്കോ അല്ലെങ്കിൽ B+ ഒക്കെ കിട്ടിയ ആളുകൾക്കായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചെറുപ്പത്തിലെ തന്നെ ഇയാളുടെ ജീവിതം നമ്മൾ നിർണ്ണയിക്കുന്നില്ല. ഫുൾ A+ കിട്ടിയവന് ജീവിതത്തിൽ വലിയ സംഭവമാകൂ എന്ന് നമ്മൾ ഇവിടെ പറയുന്നില്ല. പക്ഷെ എന്താണ് ആകണമെങ്കിൽ നമ്മൾ ഈ ലീഡെക്സ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്ന സാധനം ക്ലിയർ ചെയ്തിരിക്കണം. ഈ സ്ക്രീനിങ്ങിന് നമ്മൾ എല്ലാവർക്കും റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എഴുതുന്ന എല്ലാവർക്കും. എങ്ങനെയാണ് ഇത് ഈ സ്കൂൾ ഓഫ് ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് ഒരു എൻട്രി ഒരാൾ വരേണ്ടത്? എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ നമ്മളെ പറ്റി അറിയുമല്ലോ. ഇപ്പോൾ നവംബർ 1 നമ്മുടെ ആദ്യത്തെ കോഴ്സ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് കോഴ്സ് ഡ്യൂ ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ലീഡെക്സ് എടുക്കാം. അപ്പോൾ ഇപ്പം നവംബർ 1 തുടങ്ങുന്ന കോഴ്സിലേക്കാണ് എൻട്രി എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ലീഡെക്സ് എടുത്ത് ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലീഡെക്സ് പാസ്സായി കഴിയുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം? ലീഡെക്സ് ആക്ച്വലി എന്താണെന്ന് ഞാൻ പറയാം. ലീഡെക്സ് എന്ന് പറയുന്നത് ഒരു ഇത്ര ടൈപ്പ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ആകെ ഉള്ളത്, അതായത് 16 ടൈപ്പ് പേഴ്സണാലിറ്റീസ് ആണ് ഈ ലോകത്ത് ആകെ ഉള്ളത്. ഈ 16 ടൈപ്പ് പേഴ്സണാലിറ്റീസ് സ്കില്ലുകൾ, അതായത് ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷൻസിലേക്കും ലീഡർഷിപ്പിലേക്ക് വരേണ്ട 5 or 6 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസിനെ പിക്ക് ചെയ്യലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പിക്ക് ചെയ്ത ആളുകൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള സെക്കൻഡ് ലെവൽ ഫിൽട്രേഷനാണ് നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റിൽ നടത്തുക. ഇതും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവരോട് പറയാം നിങ്ങൾ സെലക്റ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ സെലക്റ്റഡ് അല്ല. സെലക്റ്റഡ് അല്ലെങ്കിൽ ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ സെലക്റ്റഡ് ആവാത്തത്. നിങ്ങൾക്ക് പറ്റുന്ന ഇന്നിന്ന ജോലികൾ അവിടെ ഉണ്ട്, നിങ്ങൾ അതിലേക്കാണ് തയ്യാറെടുക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ ഇതിലേക്കല്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ വിടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന ഈ 2 ലെവലും ക്ലിയർ ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്തെങ്കിലും പ്രിപ്പറേറ്റീവ് കോഴ്സ് കൊടുത്തിട്ട് ആണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക. എന്നിട്ടാണ് ഇവരുടെ റിയൽ ടൈം ലേണിംഗ് 12 മാസത്തെ, അത് ഭയങ്കര ഇന്റൻസീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിലിറ്ററി ട്രെയിനിങ് പോലെയുള്ള, അതായത് നമ്മൾ ഓരോ മണിക്കൂറും എന്താ ചെയ്യാന്നുള്ള ഒരു കരിക്കുലം ഇവർ അഡ്മിഷൻ, അതായത് നമ്മൾ സെലക്ഷൻ കഴിയുമ്പോൾ കിട്ടും. അപ്പം അതിൽ വളരെ റിഗറസ് ആയിട്ടുള്ള, ഒരു ദിവസം ഞാൻ ചിലപ്പോൾ AI വെച്ച് ഒരു ആപ്പ് ബിൽഡ് ചെയ്യുന്ന പ്രോജക്റ്റ് ആണ്, അടുത്ത ദിവസം ഞാൻ പോയിട്ട് ഒരു സ്ട്രീറ്റ് വെൻഡറിനെ ബ്രാൻഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യണം.
വഴിയിൽ ഇപ്പം ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുണ്ട്. പിന്നെ മൂന്നാമത്തെ ഞാൻ ഒരു വലിയ ലെഗസി കമ്പനിയിൽ പോയിട്ട് അവരൊരു സപ്ലൈ ചെയിൻ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഇതെല്ലാം റിയൽ പ്രോബ്ലംസ് ആണ്. എന്നിട്ട് ഇത് ബുക്ക് കൊണ്ട് പഠിപ്പിക്കാതെ അവരെ കൊണ്ടിടുകയാണ്. എന്നിട്ട് നമ്മളെ മെന്റേഴ്സും അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഗൂഗിളിന്റെ ഡേറ്റ ഹെഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഒരു ഡേറ്റ നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതിലും കൂടുതലൊരു ട്രെയിനിങ് അവർക്ക് കിട്ടാനില്ല. ആൻഡ് ഇതിലൊരു ഇതെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ എടുക്കുന്ന വരെയാണ് അവർ ഇപ്പം എഡ്യൂക്കേഷനിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. ഇപ്പം നമ്മളെ ചുറ്റിനുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്താലും അഡ്മിഷൻ എങ്ങനെയെങ്കിലും എടുപ്പിക്കുക എന്നുള്ളതാണ് അവരൊരു മോട്ടീവ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ടബിലിറ്റിക്ക് യാതൊരു ഇതുമില്ല. നിങ്ങൾ ജോലി കിട്ടുന്നോ ജോലി കിട്ടുന്നില്ല അതിനൊന്നും നമുക്ക് ഉത്തരവാദിത്തം. പക്ഷെ നമ്മൾ സ്കൂൾ ഓഫ് ഫ്യൂച്ചറിൽ പറയുന്നത് വൺസ് യു ഗെറ്റ് ദി അഡ്മിറ്റ് ലെറ്റർ യു ആർ എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്ന് മുതൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇവർക്ക് ഈ പറയുന്ന ലീഡർഷിപ്പ് ജോലി കിട്ടുക അല്ലെങ്കിൽ അവരെ ലൈഫ് ലോങ് ലേണിംഗ്. നമുക്കിത് കഴിഞ്ഞ് റിഫ്രഷർ കോഴ്സസും ഉണ്ട്, ഒരു വർഷം കൊണ്ട് തീരുന്നില്ല. ഇപ്പോൾ AI മോഡൽസൊക്കെ ഇവോൾവ് ചെയ്യുന്ന ഒരു പേസിൽ ഭയങ്കര ഞാൻ ആക്ച്വലി ഇപ്പോൾ US പോകുന്നുണ്ട്. അത്രയും ഡിഫറൻ്റ് ആയിട്ടാണ് ഇത് മാറുന്നത്. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇവരെ തിരിച്ചു വിളിച്ചിട്ട് നമ്മൾ റിഫ്രഷർ കോഴ്സ് കൊടുക്കും. അപ്പോൾ ഇതൊരു ലൈഫ് ലോങ് ഒരു കരിയറാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നത്. ChatGPT 4 ChatGPT 5 ഇപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് ലോഞ്ച് ചെയ്യും. ChatGPT 4 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ChatGPT 5 ഉപയോഗിക്കണമെങ്കിൽ ഇനിയും ഞാൻ പഠിക്കണം. കാരണം എന്താ വെച്ചാൽ ChatGPT-ൻ്റെ സ്മാർട്ട്നെസ്സിൻ്റെ ലെവലിലേക്ക് ഞാൻ എത്തുമ്പോൾ ChatGPT 5 കുറേയും കൂടി ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ കാണാനും നമ്മൾ പറയുന്ന കാര്യം നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ChatGPT ഇന്ന പോലെയൊക്കെ കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് തിരിച്ചു പോയി പഠിച്ച് തിരിച്ചു വന്നിട്ട് ഇയാളോട് സംസാരിച്ചാലേ അല്ലെങ്കിൽ ChatGPT-യോട് സംസാരിച്ചാലേ എന്ത് സംഭവിക്കുകയുള്ളൂ, അവിടെ ഒരു ഉത്തരം കിട്ടുള്ളൂ. ഇവിടുത്തെ ഇപ്പം നേരത്തെ അക്ഷയ് പറഞ്ഞതുപോലത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലുള്ളൊരു വ്യത്യാസം, ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുക്കുന്നത് വരെ നമുക്ക് ഉത്തരവാദിത്വമില്ല. അഡ്മിഷൻ എടുത്ത് നമ്മൾ ആരെയും പുറകെ നടക്കുന്നില്ല, ഉത്തരവാദിത്വമില്ല. ഇവിടെ എന്താ ചെയ്യുക, അഡ്മിഷൻ കിട്ടുന്നത് വരെയാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും പുറകെ നടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വമില്ല. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ കയറിയാൽ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് ഇവരെ ജോലിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അതായത് 2 കാര്യം കൊണ്ട് കളിക്കരുത് എന്നുള്ളത് നമ്മൾ പറയും. ഒന്ന് ഹെൽത്ത് കെയറും ഒന്ന് വിദ്യാഭ്യാസമാണ്. ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ജീവിതം വെച്ചിട്ടുള്ള ഒരു പന്താടലാണെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവൻ്റെ അടുത്ത തലമുറയുടെയും ജീവിതം വെച്ചിട്ടുള്ള ഒരു കളിയാണ് ഈ സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ്, എത്ര ഡാറ്റാ സയൻസ് കോഴ്സ്. ഈ ഡാറ്റാ സയൻസ് പഠിപ്പിക്കാനായിട്ട് ഇത്ര ആളുകൾ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ആലോചിക്കണം. കാരണം വെച്ചാൽ ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന സാധനം തന്നെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ ഡാറ്റാ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ജോലി നേടുന്ന ഒരുപാട് സാധനങ്ങൾ പറയുന്നത്. ഇത് എന്താ സംഭവിക്കണമെന്ന് അറിയും. ആക്ച്വലി ഇത് മെഷർ ചെയ്യാനായിട്ട് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അവരുടെ ആ അജ്ഞത മുതലെടുക്കുന്ന പരിപാടികളാണ് ആക്ച്വലി ഈ കോഴ്സുകളെല്ലാം സപ്ലൈ ചെയ്യുന്നത്. ഇവരൊന്നും തരുന്നത് ഇപ്പം നമ്മുടെ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി 3 മാസത്തിൽ കൂടുതൽ സർവൈവ് ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 2 മാസത്തെയോ 3 മാസത്തെയോ കോഴ്സ് കഴിഞ്ഞ് ഒരു 4-5 മാസം ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ നമ്മുടെ കമ്പനിയിൽ വന്നാൽ അയാളോട് നമ്മൾ പറയുന്നത് നിങ്ങൾ എന്താണോ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇഫ് റിസൾട്ട് ഈസ് നോട്ട് ദെയർ യു ആർ ഔട്ട്. ഒരു സീനിയർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അയാൾക്ക് ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്ത് അയാളൊന്ന് റിഫ്രഷിംഗ് കോഴ്സ് അങ്ങനെ കോഴ്സും ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ അങ്ങനെ ഒരു റിഫ്രഷർ കോഴ്സിലേക്ക് പോകും. പക്ഷെ ഇതിൽ തന്നെ ഈ 50 പേരിൽ നമ്മളൊരു 10 പേര് അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ഫോർമേറ്റീവ് ഇയേഴ്സ് ആണ്. ഇപ്പോൾ ഒരു 10 കൊല്ലം സെയിൽസിലോ മാർക്കറ്റിങ്ങിലോ അതല്ലെങ്കിൽ ബ്രാൻഡ് മാനേജ്മെന്റിലോ അങ്ങനെയുള്ള ഓപ്പറേഷൻസിലോ ഒക്കെ ഇരുന്ന ഒരാൾക്ക് ഈ പുതിയതായിട്ട് വരുന്ന ജെൻസിയെയും അതേപോലെ മില്ലേനിയൽസിനെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പണ്ട് പഠിച്ച പാഠം വെച്ചിട്ട് ഇനിയും നമ്മൾ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒബ്വിയസ്ലി യു വിൽ ബി ഔട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ റിഫ്രഷർ കോഴ്സ് വയ്ക്കുന്നത്. നമ്മുടെ അവിടെ ഫസ്റ്റ് ബാച്ചിൽ പഠിച്ച ആളുകൾക്കും നമ്മൾ റിഫ്രഷർ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. എവറി 1 year ദേ ഹാവ് ടു കം ബാക്ക് ഫോർ എ 2 weeks കോഴ്സ്. പക്ഷേ സാർ എങ്ങനെയാണ് നമ്മൾ ഈ ഫേമുമായിട്ട് ബന്ധപ്പെടേണ്ടത്? വെബ്സൈറ്റ് വഴിയാണോ? വെബ്സൈറ്റ് വഴി, അതായത് ലീഡെക്സ് എടുക്കുക എന്നുള്ളതാണ്. ലീഡെക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടുമായിട്ട് schooloffuture.com കയറി നിങ്ങൾ അപ്ലൈ ചെയ്യാം. അവിടെ ലീഡെക്സിന്റെ ഇത് കിട്ടും. അതിലേക്ക് ഒരാൾക്ക് ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ആരൊക്കെയാണ് ഇത് ലീഡ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഇതിനകത്ത് അറിയാൻ പറ്റും. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 30-35 ആളുകളെ കാണാൻ പറ്റും. ഈ 30-35 ആൾക്കാരും ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ വലിപ്പം മനസ്സിലാവും. ഞങ്ങൾ എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു ചെറിയ ആളെ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതിലിട്ടിട്ടില്ല. എല്ലാവരും റിയൽ ടൈം പ്രാക്ടീഷണേഴ്സാണ്.
ഇവരെല്ലാം ഇവരുമായിട്ട് എക്സ്പീരിയൻസ് ഷെയർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അവർക്ക് എല്ലാവർക്കും നമ്മൾ ഓൾറെഡി മോഡ്യൂൾസ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ ആഴ്ച വന്നിപ്പം ന്യൂയോർക്കിൽ നിന്ന് ആൾക്കാർ ഫ്ലൈ ചെയ്യുന്നുണ്ട്, സിംഗപ്പൂരിൽ നിന്ന് ആൾക്കാർ ഫ്ലൈ ചെയ്യുന്നുണ്ട്. അവർ വന്ന ഒരാഴ്ച ഇവരുടെ കൂടെ ഒരു പ്രോജക്റ്റ് കൊടുത്ത് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അതിന്റെ ഔട്ട്പുട്ടും കൊടുത്ത് മിക്കവാറും ഇവർ തിരിച്ചു പോകുമ്പോൾ തന്നെ പറയാം എനിക്ക് ഇന്നാളെ വേണമെന്ന്. ശരിക്കും ഇവർക്ക് ആവശ്യമുള്ള ആൾക്കാരാണ് കണ്ടെത്തുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് BBP എന്ന് പറയുന്നത് എന്റെ പാരന്റ് കമ്പനിയുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഈ പറയുന്ന ആളുകൾ ഈ സ്ഥലത്തിരുന്നാൽ, നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ അടുത്തൊരു ഉത്തരം, അതായത് അവരിരുന്നാൽ അവർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിന് ആക്ച്വലി ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുമായിട്ടായിരിക്കും ഞങ്ങൾ മാറുന്നതും കൂടെ. അപ്പോൾ അതുപോലെ ഓൺടർപ്രണേഴ്സിന് നമ്മളെ ട്രസ്റ്റ് വരും. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സേ അല്ല. ഒരു ബ്രാൻഡ് ജനറേറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ടഫർ ജോബാണ്. ആ ബ്രാൻഡിന്റെ കൂടെ വേറൊരു സബ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് ആ പേരന്റ് ബ്രാൻഡിനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഐഡിയ. അത് തന്നെയാണ് ഐഡിയ. സാർ, ഇതിന്റെ കോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എത്ര രൂപ ചിലവാകും? അത് എങ്ങനെ തിരിച്ചു കിട്ടും? കാരണം ഗ്യാരണ്ടി ആയിട്ട് ജോബ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതെ, അതായത് ഈ മറ്റേ ഹാർവേഡാണ് അല്ലേ, ഹാർവേഡാണ് ഏറ്റവും കൂടുതൽ മറ്റേ ഏറ്റവും എളുപ്പം, അതായത് ഏറ്റവും കൂടുതൽ സാലറി. അത് അക്ഷയ്ക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഒന്ന് അക്ഷയ്? അതായത് ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ബി സ്കൂൾ എന്ന് പറയുന്നത് ഹാർവേഡ്, സ്റ്റാൻഫോർഡ്. ഇപ്പം ഇന്ത്യൻ ഒരാൾക്ക് അവിടെ പഠിക്കണമെങ്കിൽ 2.5-3 കോടി രൂപയാണ് ഫീസ്. പക്ഷെ കിട്ടില്ല, അത് അത്രയും നമ്മൾ ജിമാറ്റ് ഇത് ചെയ്യും. അപ്പൊ അവരുടെ ഒരു ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഫീസ് എനിക്ക് എന്റെ ശമ്പളം വഴി എത്ര കാലത്തിൽ കിട്ടും. അപ്പൊ ഹാർവേഡിന്റെ ഒക്കെ ഇപ്പൊ ആവറേജ് 3 വർഷമാണ്. ഹാർവേഡ് പഠിച്ചിറങ്ങുന്ന ഒരു MBA ഒരാൾക്ക് 3 വർഷം എടുക്കും ആ ലോൺ റീപേ ചെയ്യാം ആ സാലറി വെച്ചിട്ട്. ഇപ്പൊ നമ്മളിവിടെ ചാർജ് ചെയ്യുന്നത് 8 lakh rupees ആണ് ഫീസ് ഫോർ എ 1 year പ്രോഗ്രാം. ആൻഡ് നമ്മൾ പറയുന്നത് 1.5 yearsൽ ഈ 8 lakhs അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള പ്ലേസ്മെന്റ് ആണ് നമ്മളിവിടെ കൊടുക്കുക. അതായത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ 1.5 വർഷത്തിനുള്ളിൽ അവർക്ക് ഈ സാധനം റീപേ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ 8 ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് 1.5 വർഷത്തിനുള്ളിൽ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. 6 LPA എന്ന് പറയുന്നത് 6 lakhs per month per annum. അത് ബേസ് ബെഞ്ച് മാർക്ക് ആണ്. ഇപ്പൊ നമ്മൾ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്, അവർക്ക് നമ്മൾ അതിലും കൂടുതൽ കൊടുക്കും. നമ്മൾ മിനിമം ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് 6 LPA എന്ന് പറയുന്നത്. ഇപ്പൊ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് 2.5-3 ലക്ഷം ഒരു വർഷത്തേക്ക് കിട്ടുന്നത് അല്ലേ? 50,000 രൂപ പെർ മന്ത്, 6 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക്. അത് ചെറിയ കാര്യമല്ല. എനിക്ക് 6,000 രൂപ കിട്ടി. അപ്പൊ ആ ഒരു ലെവലിലേക്കുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അത് ചിലപ്പോൾ ഒരു പക്ഷെ അതിലും വളരെ കൂടുതലിലേക്ക് പോവാം ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആള്. അപ്പൊ ഇതിലിപ്പോ നമ്മൾ കാണുന്നത് ഗ്രാജുവേറ്റ്സ്, ഫ്രഷ് ഗ്രാജുവേറ്റ്സിന്റെ ഒരു ചെറിയൊരു കൊഹോർട്ട് ഉണ്ട്. 50 പേരാണ് നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ നോക്കുന്നത്. ഒരു 20 പേരോളം അതായിരിക്കും. പിന്നെ ഒരു 10 പേരെന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, അതായത് ഒരു 2 to 5 വർഷം എക്സ്പീരിയൻസ് ചെയ്ത് IT എൻട്രി ലെവൽ ഇതിൽ അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ആയി, അതായത് എനിക്ക് അടുത്ത എന്തിലേക്കും ജമ്പ് ചെയ്യണം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെഞ്ചർ ബിൽഡർ എന്ന് പറയുന്ന ഒരു ആമുണ്ട്. അതായത് ഇതിൽ നിന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾ, അതെൻ്റെ ഒരു പേഴ്സണൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ പാഷനാണ്, ഇതിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഓൺടർപ്രൂണേഴ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ബിസിനസ് ലീഡേഴ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു കൊറിയ എന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ഫേം അടുത്ത ആഴ്ച കൊച്ചിയിൽ വരുന്നുണ്ട്. അവരിതിൻ്റെ ഭാഗമായിട്ട് ഇതിന് വരുന്ന ഒരു 5-6 സംരംഭകരെ ഓൺടർപ്രൂണേഴ്സിനെ നമ്മൾ ഇതിൽ നിന്ന് ഫണ്ട് ചെയ്യും. അതൊരു ഒന്നാലോചിച്ച്, കൊറിയയിലിരിക്കുന്ന ഒരാള് കോട്ടയത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരികയാണ്. അതിപ്പോ അത് എന്തായാലും ഒരു 5 ലക്ഷമോ 10 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ചേഞ്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യയുടെ വലുപ്പമാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇപ്പോൾ സൗത്ത് ഇന്ത്യ മാത്രം വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ US എക്കോണമിക്ക് ഇക്വാലന്റ് ആയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും അടുത്തൊരു 5-10 വർഷം കൊണ്ട് എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന സാധനം അതിനേക്കാൾ എത്രയോ വലുപ്പമുള്ള സാധനമാണ് ഇന്ത്യ. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എംപ്ലോയീസിന് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓൺടർപ്രൂണേഴ്സിനെയും ബിൽഡ് ചെയ്യും. ലൈഫ് ലോങ് ലീഡേഴ്സിനെയാണ് ഈ ഇതിൽ നിന്ന് ചേർൺ ഔട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ഇപ്പൊ എംപ്ലോയീസ് എന്ന് പറഞ്ഞില്ലേ, എംപ്ലോയീസ് എന്ന് പറഞ്ഞ സംഗതിനെ ഞാനൊന്ന് തിരുത്തിക്കോട്ടെ. ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ആളുകൾ ആക്ച്വലി ഓൺടർപ്രണർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരിക. അതായത് ടാസ്ക് ആണ് കിങ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഇപ്പോൾ സതീഷിന് എന്നെ കുറേ കാലമായിട്ട് അറിയാം. അപ്പം ഞാനവിടെ എന്താ പറയുന്നത്, ഇപ്പോൾ ഞാൻ എങ്ങനെയാണോ സതീഷിനോട് ഒരു ഓൺടർപ്രണർ മുൻപ് സംസാരിച്ചിരുന്നത് അതേപോലെയാണ് ആ ഓണർഷിപ്പ് എടുത്തിട്ടും ആ ഒരു പെയിൻ എടുത്തിട്ടുമാണ് ഞാൻ സംസാരിക്കുക. ഞാൻ ഒരിക്കലും ഒരു എംപ്ലോയി ആയിട്ട് സംസാരിക്കാറില്ല. അപ്പം അതേപോലെ തന്നെ ഓൺടർപ്രണർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. അതായത് അവരെ ഏൽപ്പിക്കുന്ന ടാസ്കിൻ്റെ ഓണർഷിപ്പ് എടുക്കുന്ന വർക്കിംഗ് പാർട്ട്നേഴ്സ് പോലെ, അതായത് മറ്റേ കമ്പനിയുടെ വരുമാനത്തിൽ നിന്നാണ് എനിക്ക് കാശെടുത്ത് തരുന്നത്, അതല്ലെങ്കിൽ എൻ്റെ ശമ്പളം വരുന്നത്
എന്ന് വിചാരിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്നത്തെ കാലത്ത് ഭയങ്കര കുറവല്ലേ സാർ അങ്ങനെ ചിന്തിക്കുന്ന ഓണർഷിപ്പ് ആ ഓണർഷിപ്പും അക്കൗണ്ടബിലിറ്റിയും എടുക്കാനായിട്ട് കഴിവുള്ള ആളുകളെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് ഇപ്പൊ 50 എന്നുള്ളത് ഒറ്റയടിക്ക് 100 ആക്കിക്കൂടെ എന്ന് ചോദിച്ചു. നമ്മുടെ അടുത്ത് 1-2 ആളുകൾ നമ്മൾ ഈ സംഗതി പിച്ച് ചെയ്തപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് 50 എന്നുള്ളത് 100 ആക്കിക്കൂടെ? പറ്റൂല. കാരണം വെച്ചാൽ 100 ആളുകളെ പഠിപ്പിക്കാനുള്ള സംവിധാനം നമുക്കില്ല. ഇനി 100 ആളുകളെ പഠിപ്പിച്ചാൽ ഈ 100 ആളുകളെ ജോലിക്ക് ആക്കുന്നതിന് എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റില്ല. ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ 50 ആളുകളെ പഠിപ്പിക്കുക, ഈ 50 ആളുകളെ ഏറ്റവും ഭംഗിയുള്ള ജോലിയിൽ എത്തിക്കുക, അത് കഴിഞ്ഞ് അടുത്ത സെറ്റ് ഓഫ് കമ്പനികളെ പിച്ച് ചെയ്യുക, എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് മറ്റേ ഇതേപോലെ തന്നെ ഓപ്പൺ ഓഫർ ലെറ്റേഴ്സ് വാങ്ങിക്കുക, എന്നിട്ട് അവരെ പഠിപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മളിതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ആകെ പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എത്രയും പെട്ടെന്ന് ഈ ഒരു ഐഡിയ സക്സസ്ഫുൾ ആകട്ടെ. ഈ പറഞ്ഞ 1ാം ക്ലാസ് മുതലേ നിങ്ങളെ കൂടെ ചേരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഡെവലപ്പ് ചെയ്യട്ടെ. എന്നാൽ ഈ പറയുന്ന ആൾക്കാരുടെ ജോലി ചെയ്യാനുള്ള ഒരു മനോഭാവത്തിൽ POV തന്നെ മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു ഭീകര റവല്യൂഷനാണ് അപ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു താങ്ക് യു സർ.